ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗെയിംസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളിൽ പലരും. എന്നാൽ അത്തരത്തിലുള്ള ടോപ്പ് 5 ആയ 5 കിടിലൻ അപ്കമിങ് ഗെയിംസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്ന ഗെയിംസിൽ 4 മൊബൈൽ ഗെയിംസും അവസാന ഗെയിം PS5, PC എന്നിവയിലേക്ക് റിലീസാകാൻ പോകുന്ന ഒരു ഗെയിമും ആയിരിക്കും. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലിസ്റ്റിൽ 5-മത്തെ അപ്കമിങ് ഗെയിമാണ് യുബിസോഫ്റ്റ് ആൻഡ് ലെവൻ അഥവാ ടാൻഷൻ ഗെയിംസും കൂടി പുറത്തിറക്കിയ അസാസിൻ ക്രീഡ് കോഡ് നെയിം ജെയ്ഡ്. ഇതൊരു ഓപ്പൺ വേൾഡ് ആക്ഷൻ അഡ്വഞ്ചർ RPG ഗെയിമാണ്. പ്രാചീന ചൈനീസ് ബാക്ക്ഗ്രൗണ്ടോട് കൂടി വരുന്ന ഈ ഗെയിമിൽ ബെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയുള്ള വ്യത്യസ്ത തരം സ്കിൽസും സ്വാഡ് ഫൈറ്റിങ്ങുകളും പാർക്കോർ സ്റ്റൺസും ഉൾക്കൊള്ളുന്നു. ഇവയ്ക്ക് പുറമെ അതിഗംഭീരമായ ഗ്രാഫിക്സും ഈ ഗെയിമിനുണ്ട്. ചെറുപ്പം മുതൽ അസാസിൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് മൂവീസ് കണ്ടിരിക്കുന്നവരായിരിക്കും നമ്മൾ പലരും. അപ്പോഴെല്ലാം നമുക്കുണ്ടാകുന്ന ഒരു ആഗ്രഹമായിരിക്കും ഒരു അസാസിൻ ആകണമെന്ന്. അത്തരത്തിൽ സ്വന്തമായ ഒരു അസാസിൻ ക്യാരക്ടറിനെ ഈ ഗെയിം കളിക്കുന്ന ഓരോ വ്യക്തികൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നു എന്നത് വളരെ വലിയൊരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതയോടുകൂടെയും മോസ്റ്റ് ഹൈ ഗ്രാഫിക്സോടുകൂടെയും മൊബൈലിലേക്ക് വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം തന്നെയായിരിക്കും യുബിസോഫ്റ്റിൻ്റെ അസാസിൻ ക്രീഡ് കോഡ് നെയിം ജെയ്ഡ്. ഇതിൻ്റെ റിലീസിൻ്റെ ഒരു ഔദ്യോഗികമായി വ്യക്തമല്ലെങ്കിലും യുബിസോഫ്റ്റ് ആൻഡ് ടാൻഷൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം 2025 തന്നെ ഈ ഗെയിം ഫോണിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ 4th ഗെയിമാണ് റിയോട്ട് ഗെയിംസിൻ്റെ മുൻകാല വിജയങ്ങളിലൊന്നായ വാലറന്റിൻ്റെ മൊബൈൽ വെർഷൻ വാലറന്റ് മൊബൈൽ. PC-യിലെ ഈ ഗെയിമിൻ്റെ സക്സസ് ആൻഡ് ഫേമസ്നെസ് എത്രത്തോളമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത്തരത്തിൽ 5v5 മോഡ്, സ്പെഷ്യൽ എബിലിറ്റീസ് കൂടിയ ഏജൻറ്റ്സ്, ഫുൾ സ്ട്രാറ്റജിക് ഗൺ ഫൈറ്റ്സ്, വെറൈറ്റി ഗൺസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ഹൈ ഗ്രാഫിക്സ് എന്നിവയുടെ എല്ലാം കൂടെ തന്നെ ഈ ഗെയിം വളരെയധികം ഫേമസ് ആണ്. വാലറന്റ് മൊബൈലിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെയുള്ള പലരുടെയും സംശയമാണ് എത്ര സൈസ് വരുന്നത്. അതിനെക്കുറിച്ചുള്ള ശരിയായ കണക്കുകൾ ഇപ്പം വ്യക്തമല്ലെങ്കിലും അത് ലഭിക്കുമ്പോൾ ഉടനെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ 25/11/2025 ഈ ഗെയിം മൊബൈലിലേക്ക് റിലീസ് ആവുന്നത് കൂടിയാണ്. നമ്മുടെ ലിസ്റ്റിലെ 3rd ഗെയിമാണ് നാക്കഡ് റെയിൻ ആൻഡ് നെറ്റീസ് ഗെയിംസും ഒരുമിച്ച് നിർമ്മിച്ച പ്രൊജക്ട് മുഗൻ അഥവാ അനാൻഡ പ്രൊജക്ട്. ജെൻഷൻ ഇമ്പാക്റ്റിന് സമാനമായ ഒരു അനിമേ സ്റ്റൈൽ ഓപ്പൺ വേൾഡ് ആക്ഷൻ RPG ഗെയിമാണിത്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും ട്രെയിൻ സർവീസ്, ഷോപ്പിംഗ് മാൾസ്, തിയേറ്റേഴ്സ് എന്നിവ നിത്യജീവിതത്തിലെ പോലെ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നത് ഈ ഗെയിമിൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടാതെ ഈ ഗെയിംസിലെ ഓരോ ക്യാരക്ടേഴ്സിനും വ്യത്യസ്ത തരം പവേഴ്സ് ഉള്ളത് ഗെയിം പ്ലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു. ആനിമേ ടൈപ്പിലുള്ള സ്റ്റോറീസ് ആൻഡ് കട്ട് സീൻസ് ഏതൊരു ഗെയിമറിനും ഈ ഗെയിമിനെ കൂടുതൽ ആകർഷകമാക്കി നിർത്തുന്നു. നറൂട്ടോ പോലെയുള്ള ആനിമേ സീരീസിൻ്റെ ഫാനായ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഇതുപോലുള്ള ഗെയിം, ഹൈ ഗ്രാഫിക്സ് മൊബൈൽ ഗെയിംസ്, ലോ എൻഡ് ഗെയിം എന്നിവയെക്കുറിച്ചെല്ലാം അറിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് താങ്കളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഗെയിമിൻ്റെ റിലീസിംഗ് ഡേറ്റ് വ്യക്തമല്ലെങ്കിൽ 2025 മൊബൈൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ 2nd ഗെയിമാണ് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മൊബൈൽ. കോൾ ഓഫ് ഡ്യൂട്ടി സീരീസിൽ തന്നെ വളരെയധികം ശ്രദ്ധേയമായൊരു ഗെയിം കൂടിയാണ് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മൊബൈൽ. വളരെ ബെസ്റ്റായ ഹൈ ഗ്രാഫിക്സും ഹൈ അഡ്വാൻസ്ഡായിട്ടുള്ള ബെസ്റ്റ് സ്കിൽസ് ആൻഡ് അഡ്വാൻസ്ഡ് ഗൺസ് ആൻഡ് എക്യുപ്മെൻറ്റ്സോട് കൂടിയ വളരെയധികം ഫേമസ് തന്നെയാണ് കോൾ ഓഫ് ഡ്യൂട്ടി. ഇതിനു മുമ്പ് തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ പല ഗെയിംസും ആൻഡ്രോയിഡ്, iOS എന്തിനും ഒരു PC, PS5 ലഭ്യമാണ്. കോൾ ഓഫ് ഡ്യൂട്ടിയുടെ പഴയ ഗെയിമായ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ പല തവണയായിട്ട് ഒരുപാട് തവണ കളിച്ച ഒരാളാണ് ഞാൻ. അതിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തമായിട്ട് എനിക്ക് ഈ ഗെയിം ഫീൽ ചെയ്ത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗെയിം നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്തതും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വാക്കിങ്ങും റണ്ണിങ്ങും എല്ലാം തന്നെ ഒരു റിയൽ ലൈഫ് ഫീൽ നമുക്ക് തരുന്നുണ്ട്. കൂടാതെ ഇതിലായിട്ട് എടുത്തു വരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിം ഓൾറെഡി റിലീസായതാണ്. എന്നിരുന്നാലും കുറേ പുതിയ അപ്ഡേറ്റുകളോടുകൂടി ഈ ഗെയിം വീണ്ടും ഒന്ന് റെഡി ആവുമെന്നാണ് നിലവിലെ റിപ്പോർട്ട് പ്രകാരം അറിഞ്ഞത്. അതിനെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിമാണ് റോക്സ്റ്റാറിൻ്റെ എന്നത്തെയും മികച്ച ഗ്രാൻഡ് തെഫ്റ്റ് ഔട്ടോ 6 അഥവാ GTA 6 എന്നത്. ഇതൊരു മൊബൈൽ ഗെയിമല്ല, ഒരു PS5 റിലീസായിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഈ വീഡിയോയിൽ ഇതിനെ ഉൾപ്പെടുത്തി എന്നതിൻ്റെ കാരണം ഈ 2025 ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നൊരു ഗെയിം കൂടിയാണിത്. റോക്സ്റ്റാറിൻ്റെ റേജ് എൻജിൻ യൂസ് ചെയ്ത് വരുന്ന ഈ ഗെയിം തന്നെയായിരിക്കും 2025 ഏറ്റവും ഗ്രാഫിക്സ് കൂടിയ ഗെയിം. ലൂസിയ ജെയ്സണിൻ്റെ 2 പ്രോട്ടോഗണിസ്റ്റുകളോട് കൂടി വരുന്ന GTA 5 മാപ്പിനേക്കാൾ വിശദമായ ഒരു വൈസിറ്റി മാപ്പിൽ ഉൾക്കൊള്ളുന്ന ഈ ഗെയിം
26/5/2026 റിലീസാകുമെന്നാണ് റോക്സ്റ്റാറിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരമുള്ളത്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾക്ക് വലുത് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇത്തരം ഒരുപാടധികം വ്യത്യസ്തതരമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബായ്.